ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ധർമ്മനും ആര്യനും ആകാശവും ഒക്കെ ചേർന്ന് ആനന്ദിനെ സമാധാനിപ്പിച്ചു. ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ്. കാരണം എത്രയാന്ന് പറഞ്ഞാലും ആനന്ദിന് വിഷമം കാണുമെന്നറിയാം. പക്ഷെ അതിനകത്തുനിന്ന് ആനന്ദ് മുക്തനായാലേ പറ്റുള്ളൂ. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവര് സന്തോഷിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇതേ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു ശ്രീദേവി. ശ്രീദേവിയുടെ അടുത്തേക്ക് ബാലൻ വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ മോളെ നീ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. അത് പിന്നെ ആനന്ദ് എന്തിയെ? ആനന്ദേട്ടൻ ടെറസിലുണ്ട് അച്ഛാന്ന് പറഞ്ഞു. ടെറസിലോ? അതെ. ആനന്ദേട്ടൻ എന്താണെന്നറിയില്ല, വിഷമം ഉണ്ടെന്ന് തോന്നേ. അപ്പൊ അവൻ മുറിയിന്ന് ഇറങ്ങിപ്പോയെന്ന് ചോദിച്ചു. അത് പിന്നെ അപ്പോഴേക്കും ബാലന് കാര്യം മനസ്സിലായി. ബാലൻ പറഞ്ഞു, ഞാനും കൂടി ചെല്ലട്ടെ എന്ന് പറഞ്ഞു. ബാലച്ച അത് പിന്നെ ആനന്ദേട്ടനെ വഴക്കൊന്നും പറയണ്ട കേട്ടെന്ന് പറഞ്ഞു. ഞാനൊന്നും പറയണില്ല, ആനന്ദേട്ടന് നല്ല സങ്കടമുണ്ട്, അതുകൊണ്ടാ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എനിക്കറിയാം മോളെ സങ്കടമുണ്ടെന്ന്, പക്ഷെ നിന്റെ വിഷമം എന്താ അവൻ കാണാത്തെ? നീ കുഞ്ഞിന്റെ അമ്മയല്ലായിരുന്നോ? അവനേക്കാളും വിഷമം കൂടുതൽ വരണം നിനക്കല്ലേ? നീയല്ലേ ഇത്ര നാളും കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ടിരുന്നേ. അപ്പൊ പിന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അവൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ? സാരമില്ല ബാലച്ച, ആനന്ദേട്ടനെ വഴക്കൊന്നും പറയലെന്ന് ശ്രീദേവി പറഞ്ഞു. ഒടുവില് ബാലൻ ടെറസിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും കാണുന്ന കാഴ്ച ആര്യനും ആകാശവും ആനന്ദവും ധർമ്മനും എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ്. കെട്ടിപ്പിടിച്ച് ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കാഴ്ചയുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ കൂടിച്ചേർന്ന്, അത് മാത്രമല്ല ആലോകിനിട്ട് നല്ല വിധത്തിനെ കൊടുക്കുകയും ചെയ്തു. ആനന്ദിനെ സമാധാനിപ്പിക്കാനായിട്ട് അവരൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നീടാണ് ബാലനെ അവർ കാണുന്നത്. അപ്പോഴേക്കും ആരും പറഞ്ഞു, ഇതേടാ അച്ഛനെന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ അങ്ങോട്ട് വന്നു. ബാലൻ വന്നിട്ട് ചോദിച്ചു, ഇതെന്താടാ ആനന്ദേ നീ ഇവിടെ വന്ന് കിടക്കണമെന്ന് ചോദിച്ചു. ഒന്നുമല്ല അച്ഛാ, വെറുതെയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, മോനെ നീ ഇവിടെ അല്ല, നീ ശ്രീദേവിയുടെ ഒപ്പം മുറിയിലാ പോയി കിടക്കണ്ടേ. അറിയാലോ ശ്രീദേവിയുടെ വിഷമം എന്താ നീ മനസ്സിലാക്കാത്തേന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ വെറുതെയാന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഇങ്ങനെയല്ല ചെയ്യണ്ടേ. അവളെ ആശ്വസിപ്പിക്കാൻ ആരുണ്ട്? നിനക്കറിയാലോ ഈ സമയത്ത് ഭർത്താവാണ് ഭാര്യയോടൊപ്പം നിൽക്കണ്ടേ. അവളുടെ വേദനകളും വിഷമങ്ങളും നീയല്ലേ അവളോടൊപ്പം നിൽക്കണ്ടേ. അതിന് പകരം നീ ഇവിടെ വന്ന് കിടന്നിട്ടുണ്ട് എങ്ങനെയാ ശരിയാന്നേ? ധർമ്മം പറഞ്ഞു, അതാ അളിയാ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നേ, അതിനെക്കുറിച്ച് അതിനെ പറഞ്ഞുകൊണ്ടിരുന്നേ. ഞങ്ങള് ആനന്ദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അവൻ ഇവിടെ വന്ന് കിടക്കത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, സംഭവിക്കാനുള്ള സംഭവിച്ചു മോനെ, അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് ചെല്ല്. ദേവിമോള് ഒരു കാരണവശാലും വേദനിപ്പിക്കില്ല, അവള് പാവാന്ന് പറഞ്ഞു. അവളായതുകൊണ്ടാ, അവളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിലോ? കാരണം അല്ലോ കാരണം കുഞ്ഞു പോയത് അത് ബാക്കി എല്ലാവർക്കും അറിയാം, ആനന്ദിന് മാത്രം അതിനെക്കുറിച്ച് അറിയത്തില്ലാത്തുള്ളൂ. ഒടുവില് ബാലൻ കുറെ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടെ താഴേക്ക് ഇറക്കി വിട്ടു. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ മുറിയിലേക്ക് വരുമ്പോ സുകന്യ ഇങ്ങനെ മുറിയിലിരിക്കുന്നുണ്ട്. ധർമ്മം മൈൻഡ് പോലും ചെയ്തില്ല സുകന്യയെ. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, ധർമ്മേട്ട ഇതെന്താ ധർമ്മേട്ട എന്നോട് ഇങ്ങനെ? എന്നോടൊന്നും മിണ്ടു പോലും ചെയ്യുന്നില്ലോ. അത് കേട്ടപ്പോ ധർമ്മനൊന്ന് നോക്കി അവളെ. അതിന് മാത്രം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നീ തെറ്റ് ചെയ്തിട്ടില്ലേ എന്നും പറഞ്ഞ് ചാടി ഇങ്ങ് എഴുന്നേറ്റു. നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടി. നീ കൂടുതൽ പറയണ്ട, നിന്റെ കാരണം അടിച്ചാൻ പൊട്ടിച്ചതിന്റെ ബാക്കിയും കൂടെ ഞാൻ തരുമെന്ന് പറഞ്ഞു. എങ്ങനെ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ പോയിക്കൊണ്ടിരുന്ന വീടാന്ന് നിനക്കറിയാലോ. നീ ഒറ്റ ഒരുത്തി എല്ലാം നശിപ്പിച്ചേ. ആ ലോകിന് കഥ തുറന്നു കൊടുത്തത്. ദേവിയുടെ ആനന്ദിന്റെ ഒക്കെ അവസ്ഥ എന്താന്ന് നിനക്കറിയാവോ? അതെങ്ങനെയാ നിന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടി നീ ഇതുവരെയായിട്ടും ഒരു കുഞ്ഞിന്റെ അമ്മയായിട്ടുണ്ടോ? ഇല്ല. നിനക്ക് കുഞ്ഞു പോയതിന്റെ നഷ്ടം എന്താണെന്ന് അറിയില്ല. അത് ദേവി ഇപ്പൊ അനുഭവിക്കുന്ന കണ്ടാൽ മനസ്സിലാവും. ദേവിയുടെ നെഞ്ചിലെ പിടപ്പെന്താന്ന്, ആനന്ദിന്റെ നെഞ്ചിലെ പിടപ്പെന്താന്ന്. അതുപോലെ തന്നെ ബാക്കി എല്ലാരും, ദേവിയുടെ വീട്ടുകാര്, ദേവമംഗലത്തുള്ളവര് എല്ലാരും ആ കുഞ്ഞിനെ പ്രതി എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിലേ അതുപോലെ ഒരു മനസ്സുണ്ടാവണോടി. അത് നിനക്കില്ലാത്തടത്തോളം കാലം അതുണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തേന്ന്. നീ എന്തുകൊണ്ടാ ചെയ്തെന്നൊക്കെ എനിക്ക് മനസ്സിലായി. കൂടുതൽ എന്നോട് പറയണ്ട. നിന്റെ സ്വഭാവമൊക്കെ ഞാൻ മനസ്സിലാക്കി വരുവാ. വന്ന നാള് തൊട്ട് ഞാൻ കാണുന്ന, ഇന്ന് നീ നന്നാവും നാളെ നന്നാവും എന്ന് കരുതി ഇത്രയും നാളും ഞാൻ മുന്നോട്ട് പോയത്. എടി ഇനിയിപ്പൊ നീ വീട്ടിൽ നിന്ന് പോകുകയെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ലടി. ഇറങ്ങി പോകുവാണെ പോട്ടേന്നേ ഞാൻ വെക്കത്തുള്ളൂ. ഈ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. എത്ര കണ്ടാ സഹിക്കുകയോ ക്ഷമിക്കുകയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സുകന്യക്ക് എന്ത് മറുപടി പറയാനും നടത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നീട് അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ ആര്യനും മിത്രയെ കൂട്ടിക്കൂടെ വരാൻ പോവാണ്. അപ്പം മിത്രയ്ക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. ദേവമംഗലത്ത് നടന്ന സംഭവങ്ങളൊക്കെ ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിത്രയെ ട്രെയിനിങ്ങിനെ അത് ബാധിക്കും. മിത്ര ചിലപ്പോൾ ഓടി ഇങ്ങോട്ട് തിരികെ പോരുകയും ചെയ്യും. അതുകൊണ്ട് പറയാതിരുന്നേ.
ആര്യം പോയി മിത്രയെ കൂട്ടിക്കൊണ്ട് വരുവാണ്. അപ്പൊ പോരുന്ന വഴിക്ക് മിത്രയോട് ചോദിച്ചു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ പഴയ മിത്ര തന്നെയാ. അപ്പൊ ഇത്രയും നാൾ ഇതിനു മുമ്പ് കുറച്ച് നാളെ ഇടംകാലം കൊണ്ട് വേറൊരു പെൺകുട്ടിയായിരുന്നു മിത്രയായിട്ട് വന്നത്. ഇപ്പൊ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന മിത്ര തന്നെയാണ് വീണ്ടും ആര്യന്റെ ഭാര്യയായിട്ട് വരുന്നത്. അങ്ങനെ അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ് ഒക്കെ അടിപൊളിയായിരുന്നു ആര്യാന്ന് പറഞ്ഞു. അല്ല വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പം മീനാക്ഷി അടുത്തേക്ക് ശ്രീദേവി അടുത്തേക്കൊക്കെ ഒരു സർപ്രൈസ് ആയിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഓ ഞാനില്ലാത്തതിന്റെ വിഷമം അവർക്ക് ചിലപ്പോൾ കാണും. അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു അതുണ്ടോന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് മിത്ര വീട്ടിലേക്ക് വരുന്നേ. വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും മിത്രയ്ക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ഇറങ്ങി ചെന്നു. മിത്രേനെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. മോളെന്നും പറഞ്ഞുകൊണ്ട് മിത്രയെ കെട്ടിപ്പിടിക്കണം. ബാലൻ കണ്ടിത്. അങ്ങനെ ബാലിനും ഇറങ്ങി ചെന്നു. എന്നിട്ട് ചോദിച്ചു എന്റെ മോൾക്ക് സുഖമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഖമെന്നൊക്കെ പറഞ്ഞു. ബാലിനും വിഷമമുണ്ട്. കാരണം ഇത്ര കാര്യങ്ങളൊന്നും അറിയാതെ വന്നേക്കുന്നുള്ള കാര്യം ബാലിനും അറിയായിരുന്നു. പിന്നീട് ചോദിച്ചു അല്ല എന്തിയെ മീനാക്ഷി അടുത്തേക്ക് എന്തിയെന്ന് ചോദിച്ചു. അകത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മിത്ര സന്തോഷത്തോട് കൂടിയിട്ട് അകത്തേക്ക് ചെല്ലുവാണ്. ആ സമയം മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. മീനാക്ഷി അടുത്തെന്ന് പറഞ്ഞിട്ട് കയ്യേലേക്ക് പിടിച്ചങ്ങനെ വട്ടം കറക്കുവാണ്. ഈ സമയം മീനാക്ഷി പറഞ്ഞു അയ്യോ നീ എന്റെ കയ്യേന്ന് ഇവിടെ തല കറങ്ങും, ഇച്ചിരി കറങ്ങിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു മിത്ര. പിന്നീട് ചെന്തിയ ശ്രീദേവി അടുത്ത് എന്തെന്ന് ചോദിച്ചു. അത് ശ്രീദേവി അടുത്ത് മുറിയില്ല. ആഹാ അത് കൊള്ളാലോ. അതെ ശ്രീദേവി അടുത്തിട്ട് കുഞ്ഞാവെ എന്തെടുക്കുക, സുഖമായിട്ടിരിക്കണമെന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ മീനാക്ഷിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അതെ ഞാൻ ശ്രീദേവി അടുത്തേയും കൂടെ ഒന്ന് കണ്ടിട്ട് വട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി നേരെ ശ്രീദേവിയുടെ മുറിയിലേക്ക് വന്നു. മിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിയുടെ മുഖത്ത് ഒരു പുഞ്ചിരിണ്ടായി, ഒരു സന്തോഷമുണ്ടായി. മിത്ര വന്നല്ലോ. മിത്ര വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെല്ലാം ഹാപ്പിയാണ്. വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കാണും. മിത്ര കലവില സംസാരിച്ച് ഓടി നടക്കുകയും ചെയ്യും. അങ്ങനെ ചെന്നിട്ട് മിത്ര ചോദിച്ചു ഇതെന്താ മീനാക്ഷി അടുത്ത്, ഇതെന്താ ശ്രീദേവി അടുത്ത് മുറിയിൽ തന്നെ ഇരിക്കുന്നേ. ശ്രീദേവിയുടെ മുഖത്ത് ആ സമയത്തും ഭയങ്കര വിഷമായിരുന്നു. അപ്പോഴേക്കും മിത്ര എന്ന് ശ്രീദേവിയുടെ കൈ പിടിച്ചിട്ടുണ്ട്. ആഹാ ഇങ്ങനെ ഇരിക്കുവാണോ, എന്റെ കുഞ്ഞാവെ എന്തെടുക്കുന്നൊക്കെ ചോദിച്ചിട്ട് വയറിലേക്ക് ഇവർ കൈ വെക്കുവാണ്. പെട്ടെന്ന് ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആ സമയം മിത്ര ചോദിച്ചു ഇതെന്താ ശ്രീദേവി അടുത്ത് കണ്ണൊക്കെ നിറഞ്ഞിരുന്നു എന്താന്ന് ചോദിച്ചു. ഞാൻ കുഞ്ഞാവനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കണ്ണൊക്കെ നിറഞ്ഞു വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. ശ്രീദേവിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ശ്രീദേവി പെട്ടെന്ന് ചോദിച്ചു അല്ല ട്രെയിനിങ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ട്രെയിനിങ് ഒക്കെ അടിപൊളിയല്ലായിരുന്നു എന്ന് ചോദിച്ചു. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. വാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ശ്രീദേവിയുടെ അടുത്തേക്കും കുഞ്ഞാവയ്ക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് ഗോമതിയും മീനാക്ഷിയും കൂടെ അവിടേക്ക് വരുന്നത്. ഗോമതി മീനാക്ഷിയും പരസ്പരം നോക്കുകയാണ്. അവർക്കും എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയില്ല. മിത്രയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മിത്രയ്ക്ക് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ലല്ലോ. അവരുടെ മുഖത്തൊന്നും ഒരു സന്തോഷം കാണാതെ വന്നിപ്പോ മിത്ര ചോദിച്ചു ഇതെന്താ എല്ലാരും ഇത് മരണ വീട് പോലെ ഇരിക്കുന്നേ, ആരുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, എന്താ ഞാൻ പോയതിനു ശേഷം ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അത് പിന്നെ മോളെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്താ അപ്പച്ചിയുടെ മുഖം എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത്, എന്തോ കാര്യമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഒടുവിലാണ് ഗോമതി ആ കാര്യം പറയണത്, ശ്രീദേവിയുടെ കുഞ്ഞ് അബോർട്ടായി പോയെന്നുള്ള കാര്യം. ഇത് കേട്ടതും മിത്ര ഒറ്റ കരച്ചിലായിരുന്നു. മിത്രയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം മിത്രയ്ക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു ശ്രീദേവിയുടെ കുഞ്ഞിനെ കൊഞ്ചിക്കാനായിട്ട്. പ്രതീക്ഷകളെല്ലാം ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ച് പോയില്ലേ. ഇനിയിപ്പോൾ ആ ലോക കാരണം കൂടെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. അതോടുകൂടി മിത്ര വെറുതെ ഇരിക്കില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.